വെൽക്കം ബാക്ക് ടു ബിക്കോസ് ഇറ്റ്സ് മൈ ലൈഫ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഇവിടെ എന്താ ഷോപ്പിംഗ് അവസാനിക്കുന്നില്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടാകുമായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഇവർക്ക് ഫോൺ കാണുന്ന പരിപാടി കുറച്ച് കൂടുതലായിട്ടുണ്ട്. വെക്കേഷനല്ലേ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ കിടന്ന് ഇവരെന്ത് ചെയ്യാനാ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇവരായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞത് ഇവർക്ക് ക്യാരം ബോർഡ് വേണം, പിന്നെ ലുഡോ വേണം പറഞ്ഞു. എന്നാൽ പിന്നെ അത് വാങ്ങാമെന്നും പറഞ്ഞിട്ട് നമ്മൾ നെസ്റ്റോയിലോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുന്നേ നോക്കി വെച്ചിട്ടുള്ള കാരണം ഓടി പോകുന്നുണ്ട് രണ്ടുപേരും. ഇവർക്കറിയാം അത് എവിടെ ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ക്യാരം ബോർഡിൻ്റെ അടുത്തെത്തി. അതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഇവർ സ്റ്റക്കായി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണോ വാങ്ങാൻ പോകുന്നത് ആ ഒരു കാര്യം മാത്രമേ വാങ്ങുള്ളൂ എന്ന്. ഞാനങ്ങനെയൊക്കെ പറയും, പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കാറ്. അതായത് ഒന്നോ രണ്ടോ ഐറ്റം വാങ്ങാനേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഷോപ്പിൽ കയറിക്കഴിഞ്ഞാൽ എങ്ങനെ പോലും ഒരു 4 കവറില്ലാതെ പുറത്തേക്ക് ഇറങ്ങില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്കും അറിയുന്നില്ല കേട്ടോ. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ? ഈ ഒരു സ്വഭാവമൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഇനി പയ്യെ പയ്യെ അതിലോട്ടൊക്കെ ഒന്ന് ശീലമായിട്ട് വരണം. അപ്പോൾ ഇതാ എവിടെ പോയാലും പിന്നെ സ്കേറ്റിംഗ് ബോർഡ് കണ്ട ആമിക്കുട്ടി അത് വിടില്ല കേട്ടോ. അവൾക്കൊന്നും അതിൻ്റെ മീതെ കയറിയെന്നില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അപ്പോൾ ഇവിടെ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവൾ ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴത്തേനും മതിയായി. അത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ ക്യാരം ബോർഡ് എടുത്തു കഴിഞ്ഞു. ഞാൻ എടുത്തത് ലുഡോ ആണ്. അപ്പോൾ ലുഡോയുടെ ആദ്യം കിട്ടിയത് ലുഡോ മാത്രമുള്ളതായിരുന്നു. പിന്നെയാണ് ആമിക്കുട്ടി അതിൻ്റെ ഇടയിൽ ലുഡോയും സ്നേക്സ് ലാഡറും കൂടിയിട്ടുള്ളത് കണ്ടത് കേട്ടോ. അപ്പോൾ ആമി പറഞ്ഞു എന്നാൽ അതും മതി, അപ്പോൾ 2 എണ്ണം കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ആയിക്കോട്ടേന്ന്. അപ്പോൾ അതെടുത്തു. അപ്പോൾ കിത്തു ചോദിക്കുന്നുണ്ട് എവിടെയെന്ന്. അപ്പോൾ ആമിക്കുട്ടി അത് വായിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ. അവനിത് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ സ്പെല്ലിംഗ് എന്നും പറഞ്ഞിട്ട്. കിത്തു LKG-യിലാണ് കേട്ടോ. അപ്പോൾ കിത്തുവിന് അത് വായിക്കാനായിട്ടില്ല. അപ്പോൾ ആമി ചേച്ചി അത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് നല്ലതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല ഓരോ ഐറ്റംസ് എടുത്താൽ മതി, കാരണം ഇതൊന്നും അധിക ദിവസം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട്. ഇപ്പോൾ ആ വാങ്ങിച്ച ഒരു 2 ദിവസം ഇതിനോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. എപ്പോഴും ഇതുമായിട്ട് തന്നെയായിരുന്നു കളി. പിന്നെ അതിനോടുള്ള താല്പര്യമൊക്കെ പോയിട്ടോ. പിന്നെ വീണ്ടും ഇവരുടെ ഫോൺ നോക്കൽ തുടങ്ങി. പിന്നെ 2 പേരും അങ്ങോട്ടും കാർ ഓടിച്ച് കളിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയായി. അപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും ഇതാണ് അവസ്ഥ. 2 ദിവസത്തിനുണ്ടായിരിക്കും. അങ്ങനെ നമ്മളത് കഴിഞ്ഞു. പിന്നെ എനിക്ക് 1-2 കിച്ചൺ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പോകുന്ന ഗ്യാപ്പിൽ ആമിക്കുട്ടി അവിടെയും കയറിയിട്ട് അവൾക്ക് പ്ലേറ്റ് വേണം, കപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അധികം വാശി പിടിപ്പിക്കാൻ പോയില്ല. അപ്പോഴത്തേക്ക് കിത്തുനും ആമിക്കും 2 പ്ലേറ്റും പിന്നെ ഒരു കപ്പും വാങ്ങിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയിട്ട് അവരുടെ പർച്ചേസിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്കായിരുന്നു വാങ്ങാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 1-2 ഐറ്റംസ് ഉള്ളതിൽ ഒന്ന് ഈ കാസറോളായിരുന്നു. ഇത് 4 എണ്ണത്തിന്, അതായത് 4 സൈസിലുള്ളതായിരുന്നു. അതിന് 49 ദിർഹമായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ മുകളിലത്തെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലിട്ടു. ഇനി താഴെ പോയിട്ടാണ് നമുക്കിനി വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉള്ളത്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്കറിയില്ല. ആമീൻ കിത്തൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അവിടെ നോക്കുമ്പോൾ ലേബൽ ചെയ്തിട്ടില്ല അവർ. അപ്പോൾ അത് കാരണം എനിക്കും അറിഞ്ഞുകൂടാ അതിൻ്റെ പേര്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചീരയുടെ എല്ലാം മാത്രമേ എടുത്തുള്ളൂ. മല്ലിയിലൊക്കെ എപ്പോഴും ഞാൻ പോയാൽ വാങ്ങാറുള്ളത്, പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള കാരണം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എന്തായിരുന്നു, പിന്നെ ബീട്രൂട്ട്, വാഴക്കുടപ്പൻ. നിങ്ങളുടെ നാട്ടിൽ വാഴക്കുടപ്പൻ എന്നാണോ വാഴക്കൂമ്പ് എന്നാണോ എങ്ങനെ പറയാൻ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ രണ്ടും പറയും, വാഴക്കുടപ്പെന്നും പറയും വാഴക്കൂമ്പെന്നും പറയും. ഇനി വേറെ പേരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ UAE-യിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് വാങ്ങുന്നത്. കാണാറുണ്ട് പക്ഷെ വാങ്ങാറില്ല. ഇത്തവണ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവില് വിളയിച്ചതുണ്ടായിരുന്നു. ഇത് കണ്ടപാടെ ആമി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ അവില് വിളയിച്ചതൊക്കെ ഇവിടെ കിട്ടുമെന്ന്. ഇവിടെ പിന്നെ നെസ്റ്റോയിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഒരുവിധ ഐറ്റംസ് എല്ലാം നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ആമി ജിലേബിയും ലഡുവൊക്കെ കണ്ടപ്പോൾ ആമിക്ക് ലഡു വേണം. ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലഡു കേട്ടോ. എന്നിട്ട് ഞാൻ ലഡു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആമിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്. പക്ഷെ അത് റെഡ് കളറാണ്, കാരണം എൻ്റെ കയ്യിൽ യെല്ലോ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് കളർ ഇട്ടിട്ട് ഉണ്ടാക്കി. അപ്പോൾ സംഭവം കഴിഞ്ഞു, പക്ഷേ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. വീഡിയോ ഇടുന്നതായിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കട്ടെ എന്തായാലും. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി ഫിഷിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ പ്രോൺസ് ഉണ്ടായിരുന്നു. മിക്കതും പ്രോൺസ് വാങ്ങാറുണ്ട്. ആമിക്കുട്ടിയുടെ ഫേവറേറ്റാണ് പ്രോൺസ്. അപ്പോൾ ഇത്തവണ നമ്മൾ പ്രോൺസും അതുപോലെ തന്നെ മത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ആമിക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ അത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നെസ്റ്റോന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടും തരും. പക്ഷെ അന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ നിന്നില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യാതെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ദോശമാവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദോശമാവ് എനിക്ക് എന്തോ ഇവിടെ വന്നിട്ട് 1-2 വട്ടം അരയ്ക്കുമ്പോൾ എനിക്കധികം പൊങ്ങി വരാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ പാക്കറ്റും വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എടുത്തിരുന്നു. നന്മയുടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഫ്രൂട്ട്സിൻ്റെയിൽ ആമി എപ്പോഴും പറയാറുള്ളത് ചെറി വാങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് ചെറിയ മധുരം ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് കാരണം അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ നല്ല റെഡ് കളർ കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കെനിയയുടെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ എന്തായാലും നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അത് കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു നേരമായി. അപ്പോൾ ആകെ 2-3-4 ഐറ്റം എന്ന് പറഞ്ഞ് പോയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വന്നതും ഫുഡ് നമ്മൾ നെസ്റ്റോന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാനൊരു ഭാഗത്ത് ഒതുക്കി വെക്കലും, അത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ആമീൻ കിത്തും അപ്പോഴത്തേനും ക്യാരം ബോർഡും അവരുടെ ലുഡോ ഒക്കെ എടുത്തിട്ട് കളിക്കലൊക്കെ തുടങ്ങിയിട്ടോ. ആദ്യം കുറച്ച് നേരം ക്യാരം ബോർഡ് കളിച്ചു, പിന്നെ അത് വേഗം എടുത്ത് വെച്ചിട്ട് ലുഡോ കളിച്ചു. ഇതെങ്ങോട്ട് ഓടിപ്പോകാൻ പോകുന്ന സാധനമൊന്നും അല്ലല്ലോ, പക്ഷെ അവർക്കത് അപ്പം തന്നെ പൊട്ടിച്ച് അങ്ങ് കളിക്കണമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചെറിയൊക്കെ പൊട്ടിച്ചു കേട്ടോ. ചെറിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അത് കഴുകിയിട്ട് കഴിച്ചു നോക്കി. നല്ല മധുരമുള്ള ചെറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം അവസാനിച്ചു. വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കലും ക്യാരം ബോർഡും അതൊക്കെ അവരുടെ കളിയും എല്ലാം കഴിഞ്ഞു. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.